കേരളത്തിന് പൂക്കളമൊരുക്കാൻ അതിർത്തി പ്രദേശങ്ങളിൽ പൂപ്പാടങ്ങൾ ഒരുങ്ങി. അതിർത്തി പ്രദേശങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലാണ് പൂപ്പാടങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നത്. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. കേരളത്തിന് പൂക്കളമൊരുക്കാൻ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾ ഒരുങ്ങി. അതിർത്തി ഗ്രാമങ്ങളിൽ ഏക്കർ കണക്കിന് പ്രദേശത്താണ് ഓണത്തെ വരവേൽക്കാൻ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. ഓണക്കാലം മലയാളികളെ പോലെ തന്നെ ആഘോഷത്തിന്റെ കാലമാണ് തമിഴ്നാട്ടിലെ പൂ കർഷകർക്കും. പൂക്കൾക്ക് ഏറ്റവും അധികം വില ലഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. തേനി ജില്ലയിലെ ശീലയമ്പട്ടി അടക്കമുള്ള ഗ്രാമങ്ങൾ പൂക്കൃഷിക്ക് പ്രശസ്തമാണ്. ഓണം ലക്ഷ്യം വെച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷി ഇറക്കും. ജമന്തി പൂക്കൃഷിയാണ് ശീലയമ്പട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തവണ മികച്ച വില ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. அதாவது ஒரு 30 இல்லை கிராய்க்கு போனால் 100 ரூபா கூட போகலாம். 100 எடுப்போம். அது எத்தனை வருஷம் கூட விளவெடுக்கணும். விலை வந்து இந்த ஒரு வாரம் இந்த ஓணம் டைம் மட்டும். வணக்கம், நாங்கள் இந்த தோட்டத்தோடைய விவசாயிகள். இப்போ இதுக்கு நார்மலு 20-30 விலை போகுது. கேரளாவில் ஓணம் கொண்டாடுனாங்கன்னா எங்களுக்கு 100 ரூபா 150 ரூபா வரைக்கும் விலை போகும். அந்த ஓணத்துக்காண்டி நாங்களும் எதிர்பார்த்து நிற்கிறோம். விவசாயி இப்போதைக்கு செஞ்சது அறுவடை செய்யாமல் இருக்குது. கொஞ்ச நாள் கழியும் போது ஓணம் தொடங்கிருச்சுன்னா நல்லா வரும் அப்படின்னு എതിർപാർത്തിരിക്കും. പ്രധാനമായും തമിഴ്നാട്ടിലെ പൂ മാർക്കറ്റുകളിൽ എത്തിച്ചാണ് കർഷകർ വിൽപ്പന നടത്തുന്നത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെത്തി കർഷകരിൽ നിന്ന് നേരിട്ട് പൂ വാങ്ങുന്നവരും ഉണ്ട്. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. പൊന്നോണപ്പുലരിയെ വരവേൽക്കാൻ ബേബി ഹബ് നെടുങ്കണ്ടം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കുട്ടിക്കുരുന്നുകളെ അണിയിച്ചൊരുക്കുവാനായി ട്രെൻഡിംഗ് ഫാഷൻ ഡ്രസ്സുകൾക്കൊപ്പം കേരള തനിമ നിറഞ്ഞ ട്രഡീഷണൽ കളക്ഷൻസും നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആഘോഷിക്കൂ ഈ ഓണക്കാലം ബേബി ഹബ് നെടുങ്കണ്ടത്തിനൊപ്പം.